ഹായ് വെൽക്കം ടു കാറ്റലക്റ്റിക്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ചെറിയ മാർക്കിനോ അല്ലെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, ശ്രദ്ധിക്കുക. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സുകളും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അതായത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് യൂട്ടിലിറ്റി, എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി, എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി നമുക്കറിയാം എന്താണ്, നമുക്ക് അഡീഷണലായിട്ട് നമ്മൾ വാങ്ങുന്ന ഓരോ യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിങ് ചെയ്യുക, അതായത് കുറയുക എന്നതിൻ്റെ ബേസിലുള്ള ഒരു ലോ അല്ലെങ്കിൽ ഒരു നിയമമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് പോയിന്റ്സ് വൈസ് ആയിട്ട് നോക്കാം. ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഫോർമുലേറ്റ് ചെയ്തത് ഗോസൻ ആണ്. ആദ്യമായിട്ട് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആരാണ് കൊണ്ടുവന്നത്? ഗോസൻ ആണ്. ആരാണ്? ഗോസൻ ആണ്. ഗോസൻ്റെ ഫുൾ നെയിം ഹെർമാൻ ഹെയ്ൻറിച്ച് ഗോസൻ. ഹെർമാൻ ഹെയ്ൻറിച്ച് ഗോസൻ. 1854 ഗോസൻ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കൊണ്ടുവന്നത്. ശരിക്കും ഗോസൻ്റെ ഫസ്റ്റ് ലോ, ഗോസൻ സെക്കൻഡ് ലോ ഒക്കെ ഉണ്ട്. നമുക്കത് അധികമായിട്ട് പഠിക്കാനില്ലാത്തത് കൊണ്ട് നമുക്കത് ചുരുക്കി പറയാം. ഗോസൻ ആണ് ഫസ്റ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1854. ഈ ഒരു ലോ പോപ്പുലറൈസ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ആരാണ് ഫോർമുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് കൊണ്ടുവന്നത് ഗോസൻ ആണ് 1854. പക്ഷേ ഇത് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ഇനി എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? Marginal utility of a commodity diminishes as an individual consume more and more of the commodity. അതായത് നമ്മൾ ഒരേ ഒരു കമ്മോഡിറ്റി, എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി നമ്മൾ തുടർച്ചയായിട്ട് വാങ്ങുക എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യും എന്നാണ്, അതായത് കുറയും എന്നാണ് ഈ ലോ പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കമ്മോഡിറ്റി നമ്മൾ തുടർച്ചയായിട്ട്, ഒരു സാധനം നമ്മൾ തുടർച്ചയായിട്ട് വാങ്ങുകയാണെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? അത് കുറയുമെന്നാണ് പറയുന്നത്. ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഡിക്രീസിങ് റേറ്റിലായിരിക്കും എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി അതിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും, പക്ഷേ അത് ഡിക്രീസിങ് റേറ്റിലായിരിക്കും, അതായത് കുറഞ്ഞ റേറ്റിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മാർജിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ ഡിമിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കമ്മോഡിറ്റി മോർ യൂണിറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിങ്ങനെ ഒരു കമ്മോഡിറ്റി നമ്മൾ ഒരു ടൈം പീരീഡിൽ ഒരു കമ്മോഡിറ്റി വാങ്ങുകയെന്ന് വിചാരിക്കാം. ആ കമ്മോഡിറ്റി മോർ യൂണിറ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഫസ്റ്റ് ഡിക്രീസ് ചെയ്യും, പിന്നെ അത് 0 ആയി മാറും. പിന്നെയും നമ്മൾ ആ സെയിം കമ്മോഡിറ്റി പിന്നെയും നമ്മൾ വാങ്ങുകയാണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമ്മൾ കുറേ ഈ കമ്മോഡിറ്റി മോർ യൂണിറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും. പിന്നീടും നമ്മൾ വാങ്ങുകയാണെങ്കിൽ 0 ആയി മാറും മാർജിനൽ യൂട്ടിലിറ്റി. പിന്നീട് നമ്മൾ കൺസംഷൻ ഇങ്ങനെ തുടരുകയാണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെയാണ്, അതായത് ഇത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസിനെയാണ് നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് മനസ്സിലായി. ഒന്നും കൂടി ക്ലിയർ ചെയ്ത് പറയണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഐസ്ക്രീമാണ് അല്ലേ? എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണല്ലോ. ഒരുവിധം എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് ഓഫ് ഐസ്ക്രീം നമ്മൾ കൺസ്യൂം ചെയ്തു. ഓക്കെ, നമ്മുടെ ആ സമയത്തെ ടോട്ടൽ യൂട്ടിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. പിന്നീട് നമ്മൾ അടുത്ത കപ്പ് യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പിന്നെയും കഴിക്കും. അങ്ങനെ ഓരോ കപ്പ് ഇങ്ങനെ നമ്മൾ പിന്നെയും അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് അതിനോടുള്ള യൂട്ടിലിറ്റി കുറഞ്ഞു വരും. അതാണ് നമ്മൾ എക്സാമ്പിളായിട്ട്
നമുക്ക് പറയാനുള്ളത്. അതായത് നമുക്ക് എത്ര ഇഷ്ടമുള്ള ഒരു വസ്തുവാണ്, എത്ര ഇഷ്ടമുള്ള ഒരു ഗുഡാണെങ്കിലും അത് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ അതിനോടുള്ള മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ, അതായത് അഡീഷണൽ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു വരും. അതാണ് അതിന് പിന്നിൽ എന്താണ്, ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയാണ് ഉള്ളത് അല്ലേ. ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ബിരിയാണി. അതിൻ്റെ കേസിലും നമുക്ക് ഈ ഒരു കാര്യം പറയാം അല്ലേ. ഫസ്റ്റ് നമുക്ക് ഒരു പാക്ക് ഓഫ് ബിരിയാണി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഭയങ്കര യൂട്ടിലിറ്റി ആയിരിക്കും. അങ്ങനെ സെക്കൻഡ് പാക്ക് വാങ്ങി, തേർഡ് പാക്ക് വാങ്ങി, അങ്ങനെ കൂടുതൽ നമുക്ക് യൂട്ടിലിറ്റി അഡീഷണൽ ആയിട്ട് കിട്ടുന്ന യൂട്ടിലിറ്റി എന്താവും, കുറഞ്ഞ് വരും. അതായത് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞ് വരും. അപ്പോൾ ഏകദേശം ഐഡിയ ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നമ്മൾ എന്താവും, പിന്നെ ലാസ്റ്റ് മാർജിന് നമുക്ക് ആ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ പിന്നെ അതിനോട് പ്രത്യേകിച്ച് ഒരു യൂട്ടിലിറ്റിയേ ഉണ്ടാവില്ല. പിന്നെയും നമ്മൾ ആ ബിരിയാണി വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ആ യൂട്ടിലിറ്റി, അതിനോടുള്ള ഇഷ്ടം തന്നെ നമുക്ക് കുറഞ്ഞു വരും അല്ലേ. അതായത് അവിടെ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവായി മാറും. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പിന്നെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റീനെ നമ്മളൊരു ടേബിൾ ആയിട്ട് നമുക്ക് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നമ്പേഴ്സ് ഓഫ് ഓറഞ്ച് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ കാണുന്ന ഒരു ടേബിൾ തന്നെയാണ്. ഫസ്റ്റ് കോളത്തിൽ കാണിക്കുന്നത് നമ്പേഴ്സ് ഓഫ് ഓറഞ്ച് കൺസ്യൂം ചെയ്തതാണ്. അതായത് ഒരു ഓറഞ്ച്, 2 ഓറഞ്ചസ്, 3 ഓറഞ്ചസ്, അങ്ങനെ 8 ഓറഞ്ചസ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ടോട്ടൽ യൂട്ടിലിറ്റിയാണ് അടുത്ത കോളത്തിൽ കാണിക്കുന്നത്. ഒരു ഓറഞ്ച് നമ്മൾ കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 10 ആണ്. 2 ഓറഞ്ചസ്, രണ്ടാമത്തെ ഓറഞ്ചസ് നമ്മൾ 18 ആണ്. മൂന്നാമത്തെ ഓറഞ്ച് 24 ആണ്. അങ്ങനെ 8 ഓറഞ്ചസ് പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്തു. അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത കോളത്തിൽ കാണിച്ചിരിക്കുന്നത് മാർജിനൽ യൂട്ടിലിറ്റിയാണ് അല്ലേ. മാർജിൻ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന യൂട്ടിലിറ്റി അതാണ് ലാസ്റ്റ് കോളത്തിൽ കാണിക്കുന്നത്. ഫസ്റ്റ് പിന്നെ ഒന്നാമത്തെ ഓറഞ്ചസിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി 10 തന്നെയാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി കണ്ടെത്താൻ വേണ്ടി പറയുകയാണെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഏതാണോ ഫസ്റ്റ് വരുന്നത് അത് തന്നെയായിരിക്കും മാർജിനൽ യൂട്ടിലിറ്റിയിലും വരുന്നത്. ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി ഫസ്റ്റ് 10 ആണ് വരുന്നതെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റിയും എന്തായിരിക്കും, ഫസ്റ്റ് തന്നെ 10 തന്നെയായിരിക്കും. ഇനി അഥവാ അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി 20 ആണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഫസ്റ്റ് തന്നെയുള്ള കോളത്തിൽ 20 ആയിരിക്കും. ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ സെക്കൻഡ് ഓറഞ്ച് നമ്മൾ കൺസ്യൂം ചെയ്തു. അപ്പം 2 ഓറഞ്ച് കൺസ്യൂം ചെയ്തപ്പോൾ എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി 18 ആണ്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി 8 ആയിട്ട് കുറഞ്ഞു. അടുത്തത് 3 ഓറഞ്ചസ് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി 24 ആണ് അല്ലേ. നമുക്ക് ഈ ടോട്ടൽ യൂട്ടിലിറ്റിയിലും എന്ത് കാണാം, ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡിക്രീസിങ് ആയിട്ടുള്ള റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാം അല്ലേ. പിന്നെയും ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്തു, ടോട്ടൽ യൂട്ടിലിറ്റി 24 ആയി. മാർജിനൽ യൂട്ടിലിറ്റി എന്തായി, പിന്നെയും കുറഞ്ഞു വരികയാണ്, 6 ആയിട്ട് മാറി അല്ലേ. അങ്ങനെ നമ്മൾ ഒരു 6 ഓറഞ്ചസിലേക്ക് നമ്മൾ കൺസ്യൂം ചെയ്ത സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി എന്തായി, 30 ആയി. മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, 0 ആയി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ അതിനുശേഷം 7 ഓറഞ്ചസും 8 ഓറഞ്ചസും ഒക്കെ കൺസ്യൂം ചെയ്തപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എങ്ങോട്ട് പോകുന്നതായി കാണാം, മൈനസിലേക്ക് പോകുന്നതായി കാണാം. -2 എന്നും -4 എന്നും നിങ്ങൾക്ക് കാണാം. അതായത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞ പോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റിയിൽ ആ ഒരു കോളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് ഓരോ അഡീഷൻ യൂണിറ്റ് വാങ്ങുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞു വരിക അല്ലേ. 10 ആയിട്ടും 8 ആയിട്ടും 6 ആയിട്ടും 4 ആയിട്ടും 2 ആയിട്ടൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നു. ലാസ്റ്റ് 0 എത്തി. അതിനുശേഷം അത് മൈനസിലേക്ക് പോയി. ഈ ഒരു ലോനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു എക്സ്ട്രാ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഒരു കാൽക്കുലേഷനായിട്ട് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കാണാം, ഇങ്ങനെ നിങ്ങൾക്കൊരു കോളം തരും, നമ്പേഴ്സ് ഓഫ് ഓറഞ്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന ഒരു ഫസ്റ്റ് കോളം വരും, 1 2 3 4 അങ്ങനെ എന്തെങ്കിലും ഒരു കോളം തരും. സെക്കൻഡ് കോളത്തിൽ ടോട്ടൽ യൂട്ടിലിറ്റി തരും. ഇവിടെ നമുക്ക് 10 18 24 28 30 30 28 24 എന്നാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ മാർജിനൽ യൂട്ടിലിറ്റി കാണാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന കോളം ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണോ അതെന്നെ ഫസ്റ്റായിട്ട് മാർജിനൽ യൂട്ടിലിറ്റി എഴുതുക. അതിനുശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ΔTU/ΔQ, അതായത് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി കൺസ്യൂമറിൽ വരുന്ന ചേഞ്ചിനെ ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് കാണണമെങ്കിൽ, ഈസി ആയിട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എത്രയാണോ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി അതേപോലെ തന്നെ എഴുതുക. അതിനുശേഷം അതേപോലെ മാർജിനൽ യൂട്ടിലിറ്റി എഴുതുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു,
അതിനുശേഷം ടോട്ടൽ യൂട്ടിലിറ്റീൻ്റെ താഴെ നമുക്ക് 10 കഴിഞ്ഞിട്ട് 18 അല്ലേ, അപ്പോൾ 18 മൈനസ് 10 ആയിരിക്കും അടുത്തത് 8 മാർജിനൽ യൂട്ടിലിറ്റി. അടുത്ത മാർജിനൽ യൂട്ടിലിറ്റി കാണണമെങ്കിൽ താഴെ എന്താണ്, 18 താഴെ 24 ആണ്. 24 മൈനസ് 18 അതായത് 6 ആയിരിക്കും അടുത്ത മാർജിനൽ യൂട്ടിലിറ്റി. അങ്ങനെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റീനെ നമ്മൾ മൈനസ് ചെയ്ത് വന്നാൽ മാർജിനൽ യൂട്ടിലിറ്റി കിട്ടും. ക്ലിയർ ആയോ? ഇനി ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റീൻ്റെ ബേസിലുള്ള ഒരു ഗ്രാഫാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിലുള്ള തന്നെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കുക, OX ആക്സിസിൽ അതായത് താഴത്തെ X ആക്സിസിൽ നമ്പേഴ്സ് ഓഫ് ഓറഞ്ച് ആണ് നമ്മളവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. OY ആക്സിസിൽ നമ്മൾ കാണുന്നത് യൂട്ടിലിറ്റീനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴെ നമ്പേഴ്സ് ഓഫ് ഓറഞ്ചസ് കൺസ്യൂം, അതായത് എത്രയാണോ ക്വാണ്ടിറ്റി അതാണ് താഴെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി നമ്മൾ OY ആക്സിസിലാണ്, Y ആക്സിസിലാണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതേ ഒരു ടേബിൾ ബേസ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും കിട്ടും. ഇത് ജസ്റ്റ് ഒരു റഫായിട്ടുള്ള ഒരു അതായത് നമ്മൾ ടേബിൾ ബേസ് ചെയ്ത് ചെയ്യാത്ത ഒരു സാധാരണ ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ T എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പിൽ അല്ലേ, യു ഇങ്ങനെ തല തിരിച്ചിട്ടുള്ള ഒരു ഷേപ്പിലുള്ള ഒരു കർവ് കാണാം, T എന്ന് പറഞ്ഞത്. അതാണ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ് എന്ന് കാണിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈന് കാണാം. അതിനെ മാർജിനൽ യൂട്ടിലിറ്റിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ലോ നിങ്ങളോട് ചോദിക്കുമ്പോൾ, അതായത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ചോദിക്കുമ്പോൾ ഈ കർവ്, ഈ ഒരു ഗ്രാഫ് നിർബന്ധമായിട്ടും നിങ്ങൾ വരച്ചിരിക്കണം. അപ്പം OX ആക്സിസിൽ നമ്പേഴ്സ് ഓഫ് ഓറഞ്ച് കൺസ്യൂംഡ് ആണ്, അതായത് ക്വാണ്ടിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. Y ആക്സിസിൽ യൂട്ടിലിറ്റിയാണ്. ഇങ്ങനെ നിങ്ങൾ ടോട്ടൽ യൂട്ടിലിറ്റി ഫസ്റ്റ് വരയ്ക്കുക. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു യു ഷേപ്പാണ്, യു ഇങ്ങനെ തല തിരിഞ്ഞിട്ടുള്ള ഷേപ്പ്. പിന്നെ അതേപോലെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. അവിടെ മാർജിനൽ യൂട്ടിലിറ്റിയാണ്, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയാണ് കാണിക്കുന്നത് അല്ലേ. ഡിമിനിഷിംഗ് ആയിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റി കർവാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ X ആക്സിസിനോട് ആ ഒരു സ്ട്രെയിറ്റ് ലൈന് ടാൻജൻ്റ് ആകുന്ന ജോയിൻ ചെയ്യുന്ന പോയിന്റ് കണ്ടോ, അവിടെയായിരിക്കും മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുന്ന പോയിന്റ്. അതിന് ശേഷം താഴോട്ടുള്ള, അതായത് X ആക്സിസിന് താഴെയുള്ള വശത്തിലൊക്കെ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആയിരിക്കും എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് സിമ്പിളായിട്ട് നമുക്ക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയാനുള്ളത്. ക്ലിയർ ആയല്ലോ? താങ്ക് യു.